ഹലോ, നമ്മളിന്ന് മഞ്ഞൾ പറിക്കാനായിട്ട് പോവുകയാണേ. നമ്മൾ സാധാരണ നമ്മുടെ വീട്ടിലോട്ടുള്ള ആവശ്യത്തിനുള്ള മഞ്ഞൾ കൊണ്ടുവന്ന് നമ്മളത് പുഴുങ്ങാതെയൊക്കെ പൊടിക്കലുണ്ട്. പുഴുങ്ങാതെ പൊടിക്കാൻ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും, നല്ലൊരു മഞ്ഞ കളർ കിട്ടും. അപ്പോൾ നമ്മൾ അങ്ങനെയൊക്കെയായിരുന്നു പൊടിച്ചുകൊണ്ടിരുന്നത്. ചിലപ്പോൾ പുഴുങ്ങി പൊടിക്കും, അല്ലെങ്കിൽ കുറച്ചൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പുഴുങ്ങാതെ പൊടിക്കും, നല്ല കളറും കിട്ടുമല്ലോ എന്നായിട്ട്. പക്ഷേ ഈ പ്രാവശ്യം നമ്മൾ കൊടുക്കാനായതുകൊണ്ട് നമുക്ക് കുറച്ചധികം മഞ്ഞൾ വേണം. അപ്പോൾ നമ്മുടെ പല്ലിയറയിൽ അവിടെ പറമ്പിലൊക്കെ ഇഷ്ടംപോലെ മഞ്ഞളുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് പറിക്കുന്നുണ്ട്. ഇവിടുത്തെ നമ്മൾ നേരത്തെ തന്നെ സമയം കിട്ടിയപ്പോൾ പറിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, നമ്മുടെ ഈ താഴെക്കൂടെയൊക്കെ ഉള്ള മഞ്ഞൾ. ഇനി അവിടെയുള്ള മഞ്ഞളാണ് പോയി പറിക്കാനുള്ളത്. പിന്നെ എല്ലാവരെയും കൂട്ടിയിട്ട് പോവുക. സാധാരണ നമ്മളവർ എല്ലാവരും കൂടെ കൂടിയിട്ട് അച്ചാറിടുക, അല്ല അച്ചാർ പാക്കിങ്, അല്ലെങ്കിൽ നമ്മുടെ വേറെ എന്തെങ്കിലും സാധനങ്ങൾ പാക്കിങ്, നമുക്ക് അങ്ങനത്തെ പണികളായിരിക്കും വീട്ടിൽ എപ്പോഴും നടക്കൽ. ഇപ്പോൾ എല്ലാവരെയും കൂടെ കൂട്ടിയിട്ട് നമ്മൾ മഞ്ഞൾ പറിക്കാനായിട്ട് പോവുകയാണ്. അപ്പം മഞ്ഞൾ പറിക്കണം, നല്ല തറഞ്ഞ് കിടക്കുമായിരിക്കും, നല്ല ഒരു ഉണങ്ങി കിടക്കുന്ന സമയം, നല്ല വേനലും അല്ലേ. രാവിലെ ഇപ്പോൾ ചെറിയൊരു തണുപ്പുണ്ട് കേട്ടോ, അത്രേ ഉള്ളത്. ഇനി വെയിലൊക്കെ ആകുമ്പോഴത്തേക്ക് നല്ല വെയിലും ആവുകയാണ്, നല്ല തറഞ്ഞാൽ കിടക്കുന്നത് അവിടെയൊക്കെ. അപ്പോൾ അവിടെ ഒന്ന് കിളച്ച് പെറുക്കി ഇതൊക്കെ ഒന്ന് എടുക്കണമെങ്കിൽ നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഭക്ഷണം കൊണ്ടുപോകണം. നമുക്ക് അവിടെ എന്തായാലും ഭക്ഷണം വാങ്ങാനൊന്നും ആയിട്ടുള്ള സ്ഥലമോ അല്ലെങ്കിൽ ഭക്ഷണം ഇല്ല. നമ്മൾ സാധാരണ വീട്ടിൽ എല്ലാവരും ഇവിടെ തന്നെ ആയതുകൊണ്ട് നമ്മളിവിടെ വെക്കുകയോ ചെയ്യുക. ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്ക് ഭക്ഷണം ആയാൽ മതിയല്ലോ. പക്ഷേ ഇന്ന് രാവിലെ തന്നെ പോകുമ്പോഴത്തേക്ക് ഭക്ഷണമൊക്കെ ആക്കിയിട്ട് പോകണം. പൊതിച്ചോറാക്കി കൊണ്ടുപോകാൻ വിചാരിച്ച് വാഴയില വെട്ടാനായിട്ട് ഇറങ്ങിയതാണ്. നമുക്ക് വാഴയില വെട്ടി പോയിട്ട് ഇനി കുറച്ച് തോരനും മീനൊക്കെ വറക്കാനുണ്ട്, അങ്ങനെ കുറച്ച് പണികളൊക്കെ ഉണ്ട്. ഇത് നമ്മുടെ മുറ്റത്തിൻ്റെ തൊട്ട് താഴെയായിട്ട് കുറച്ച് വാഴയിലുണ്ട്. അതിൽ നിന്നാട്ടോ വാഴയില വെട്ടിയെടുക്കുന്നത്. ഏഴെട്ട് പേർക്കുള്ള പൊതിച്ചോറ് വേണം കേട്ടോ. അപ്പം നമുക്ക് അത്രയും വാഴയില വേണേ. ഇതുണ്ട്, ഇതിലൊക്കെ മഞ്ഞവെള്ളം കണ്ടോ, നല്ല ചൂടാണ് ഇപ്പോൾ. ചൂട് കൂടുതലായതുകൊണ്ടാണെന്ന് അറിയില്ല, രാത്രിയായപ്പോൾ ഇങ്ങനെ ഒരു മഞ്ഞ്, നല്ല ഇലയിലൊക്കെ ഫുള്ള് മഞ്ഞവെള്ളമാണ്. രാത്രി നമുക്ക് പുറത്തിറങ്ങിയ ഒരു തണുപ്പൊക്കെ തോന്നുന്നുണ്ട്, പക്ഷെ നമുക്ക് പകൽ ഒട്ടും തണുപ്പില്ല കേട്ടോ. ഇപ്പോൾ രാത്രി ഒരു പുറത്തൊക്കെ ഇരിക്കുമ്പോൾ ഒരു നല്ലൊരു ചെറിയൊരു തണുപ്പും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഉണ്ട്. നമുക്ക് വേണ്ട വാഴയില വെട്ടിയെടുത്തിട്ടുണ്ട്. പിന്നെ മീൻ വറുത്തതും കൂടെ പുതിയൊരു കുഞ്ഞ് വാഴയിലും കൂടെ എടുത്തിട്ടുണ്ട്. നമ്മൾ കോഴിക്കോട് പണിതുകൊണ്ട് വെച്ചതാണ് കോഴീനെ ഇടാനായിട്ട്. പക്ഷെ നമുക്ക് അതിനോട് സ്ഥലമൊന്നും ആക്കിയില്ല. പിന്നെ കുറച്ച് പണിയുണ്ട്. നമുക്ക് ഒരു കോഴീനെ വിടാനായിട്ട് പറമ്പിൽ കൂടെ മൊത്തമായിട്ടൊന്നും വിടാൻ പറ്റത്തില്ല. നമ്മുടെ ഈ മുളകും കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലുമൊക്കെ നട്ട് കഴിഞ്ഞാൽ മൊത്തം അത് തിന്ന് തീർക്കും. വലയിട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ വേണം വിടാനായിട്ട്. പിന്നെ നമുക്ക് കുറച്ച് പുല്ലൊക്കെ വേണം ചെത്തിയിട്ട് കൊടുക്കുക. പുല്ലൊക്കെ കുറേ പിന്നെ കോഴികൾക്ക് കൊടുത്ത കോഴി തിന്നും. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ചെത്തിയിട്ട് കൊടുക്കുക, അങ്ങനെയൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് കോഴിക്കോട് കൊണ്ടുവച്ചാൽ നമുക്കൊരു സമയം കിട്ടിയില്ല. അപ്പോൾ അങ്ങനെ ഓരോ പണികളൊക്കെ ആയിട്ട് എന്തെങ്കിലും ആയിട്ട് ഓരോ ദിവസം ഓരോ പണികളുണ്ടാവും. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ കുറേ പേര് കമൻറ്റ് ചെയ്ത് കണ്ടിട്ടുണ്ടായിരുന്നു, ഞാൻ ഒരുപാട് മെലിഞ്ഞ് ഇതായിപ്പോയിന്ന്. ഞാൻ ആ വെയിറ്റ് കുറച്ച സമയത്ത് എത്രയാണോ എൻ്റെ വെയിറ്റുള്ളത് അത്ര തന്നെ ആയിട്ടുള്ളൂ. അതിൽ കൂടുതൽ 1 കിലോ കൂടുതലല്ലാതെ ഒന്നും കുറഞ്ഞിട്ടില്ല. നേരത്തെയുള്ള വെയിറ്റ് കുറച്ച് ഒരു എന്താ പറയുക, ഒരു 55-54 കിലോയിലെത്തി. ആ ഒരു വെയിറ്റ് മാത്രമേ ഉള്ളൂ. അതൊരു പഴയ വെയിറ്റ് അത്ര തന്നെ ഉള്ളൂ, അതിൽ കൂടുതലൊന്നും കുറഞ്ഞു പോയിട്ടില്ല. പക്ഷേ ഞാൻ ആ ഡെലിവറി കഴിഞ്ഞൊരു 3 മാസം കഴിഞ്ഞ് നല്ല തടി ഉണ്ടായിരുന്നു. പെട്ടെന്ന് അതിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ ഉള്ളതും, പിന്നെ ഞാൻ ഇടുന്ന ഡ്രസ്സ് മൊത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ എന്താ പറയുക 9ാം മാസം വരെ എനിക്ക് ഇടാൻ പറ്റുന്ന രീതിയിലുള്ള നൈറ്റികളാണ്. പിന്നെ ഞാനത് ഷേപ്പാക്കുകയോ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. ആ സമയത്തൊക്കെ സ്ഥിരം വീട്ടിലിട്ട് അത് ഒരു നാശമായി. അതുകൊണ്ട് തന്നെ എന്താ പറയുക, ഒരു ഷേപ്പാകാൻ കൊടുക്കാനോ അങ്ങനെയൊന്നും പറ്റുന്ന രീതിയിലുള്ള, പിന്നെ നല്ല നൈറ്റികളൊക്കെ ആണെങ്കിൽ ഷേപ്പാക്കി. വീട്ടിലിട്ട് പഴകി ഒന്നും ഷേപ്പാക്കിയില്ല. അപ്പം നോർമലി നമ്മളിടുന്ന ഡ്രസ്സ് കുറച്ച് ലൂസും കൂടെ ആണെങ്കിൽ നമുക്ക് ഒരുപാട് ഭയങ്കര മെലിഞ്ഞ പോലെ തോന്നുമല്ലോ. അതും കൂടെ ആകുമ്പോൾ കൂടുതലായിട്ട് ഫീൽ ചെയ്യുന്നത്. പിന്നെ നമുക്കിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വെബ്സൈറ്റ് തുടങ്ങി നമുക്ക് ഒരുപാട് പണികൾ അല്ലെങ്കിൽ ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. നമ്മൾ നേരത്തെ ആയിരുന്നു പറഞ്ഞാൽ നമുക്ക് കുഞ്ഞിൻ്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലത്തെ കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കിയാൽ മതിയായിരുന്നു. ഒരു ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. അതുകൊണ്ട് അതിൻ്റെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതാണ്. നമ്മളൊരു സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ആരെയും ഏൽപ്പിക്കാനായിട്ടൊന്നും പറ്റത്തില്ല. എല്ലാവരെയും നമുക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അപ്പം ചെയ്യുക എന്നല്ലാതെ മൊത്തത്തിൽ ഒരാളെ ഏൽപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ എപ്പോഴും നമ്മൾ ആ ഒരു ഇതിൽ ഉണ്ടാവണം. ഇപ്പോൾ കുറച്ച് അധികം ഓർഡർ വന്നു കഴിഞ്ഞാൽ പാക്കിങ്ങിന് ആളുണ്ട്, എന്നാൽ പോലും കുറച്ച് അധികം ഓർഡർ വന്നു കഴിഞ്ഞാൽ അത് പാക്ക് ചെയ്യാനും, അല്ലെങ്കിൽ വെബ്സൈറ്റിൽ ഏതാ സ്റ്റോക്ക് ഔട്ട് ആയത്, ഏതാ ഇനിയിപ്പോൾ പാക്ക് ചെയ്യേണ്ടത്, അടുത്ത ഏതാ, അങ്ങനെ പറഞ്ഞ് നമുക്ക് ഒരുപാട് പണികളും ഉത്തരവാദിത്തങ്ങളും ഉണ്ട്. അപ്പോൾ അതിൻ്റേതായ കുറച്ച് ബുദ്ധിമുട്ടുകളും ഇപ്പോൾ ഉണ്ടാവും. പൊതിച്ചോറ് ഉണ്ടാക്കട്ടെ കേട്ടോ, സമയം പോകും. ഒരു 9 മണിയാകുമ്പോഴത്തേക്ക് എല്ലാവരും എത്തും. അതിന് മുന്നേ നമുക്കിതൊക്കെ ആയിട്ട് അങ്ങോട്ട് പോകണം. ആദ്യം ബീട്രൂട്ട് തോരൻ വെക്കാം കേട്ടോ. എന്നിട്ട് നമുക്കിനി മീൻ വറക്കണം. നമ്മുടെ മോരുകറിക്കുള്ള കാര്യങ്ങളൊക്കെ നോക്കണ്ട്. അരി അടുപ്പത്തിട്ടു. പിന്നെ
പറ്റുവാണ് ചമ്മന്തിയും കൂടെ അരക്കുന്നുണ്ട്. തേങ്ങയും കൂടി ഇട്ടേ ഇളക്കിയിട്ടൊന്ന് അടച്ച് വെക്കാം. ഒന്ന് വേവട്ടെ. തീയൊന്നും അധികം കത്തിച്ചിട്ടില്ലേ, ചെറിയൊരു തീയിലിരുന്ന് വേവട്ടെ. ഒരുപാട് തീയായാലും കരിഞ്ഞു പോകത്തല്ലേ ഉള്ളൂ. അതായത് ഇപ്പോൾ ഉപ്പ്, സവാള എല്ലാം ഇട്ടതാണ്, ഇഞ്ചിയുടെ കഷ്ണം ഒക്കെ ഇട്ടേക്കുന്നതാണ്. തോരനായിട്ടുണ്ട് കേട്ടോ. നമ്മൾ പിന്നെ തീയൊന്നും കത്തിച്ചില്ല, അങ്ങനെ തന്നെ അടുപ്പിൽ വെച്ചേക്കുമായിരുന്നു. അപ്പോൾ ചെറിയ കനലിലിരുന്ന് അങ്ങനെ അതായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റിയിട്ട് ഇതേ ചട്ടിയിൽ തന്നെ മീൻ വറക്കാം. തോരൻ മാറ്റി ഇതേ ചട്ടി കഴുകി കൊണ്ടുവന്ന് ഇനി മീൻ വറുക്കാനായിട്ട് പോവുകയാണ്. ഇപ്പം ഗ്യാസിന് അവിടെയൊക്കെ പ്രശ്നങ്ങളുണ്ടോ? നമ്മുടെ ഇവിടെയൊന്നും അങ്ങനെ ഇപ്പോൾ വലിയ കാര്യമായിട്ട് അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഫീൽ ചെയ്യുന്നില്ല കേട്ടോ. പിന്നെ വിറകും കൂടുതലുള്ളതുകൊണ്ടായിരിക്കണം വലിയ ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നുന്നില്ല. കടകളാണെങ്കിൽ പോലും ഭക്ഷണ സാധനങ്ങൾ കുറച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ കടകൾ അടച്ചൊന്നും കണ്ടില്ല കേട്ടോ പോകുന്ന സമയത്തൊന്നും. പക്ഷേ ഞങ്ങൾ ഇടുക്കിയിൽ പോയ സമയത്ത് ഒരുപാട് കടകൾ അടച്ചത് കണ്ടു കേട്ടോ. ഒരുപാട് കടകൾ ഈ ഗ്യാസിൻ്റെ പ്രശ്നമൊക്കെ ആയിട്ട് ഒത്തിരി കടകളുണ്ടായിരുന്നില്ല. ഞങ്ങളൊരു സമയത്ത് ഭക്ഷണം കഴിക്കാനായിട്ട് നോക്കിയിട്ട് കടയൊന്നുമില്ലാതെ ഒരുപാട് കറങ്ങേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അത്ര പ്രശ്നം ഇവിടെ തോന്നുന്നില്ല കേട്ടോ. പക്ഷെ അവിടെയും ഇതേപോലത്തെ സ്ഥലങ്ങളൊക്കെയാണ്. പക്ഷെ കടകൾ ഒരുപാട് അടച്ചിട്ടേക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെ ഇപ്പോൾ ഗ്യാസിന് അങ്ങനെ പ്രശ്നമുണ്ടോ? നമുക്കിവിടെ അങ്ങനെ ഫീൽ ചെയ്യുന്നില്ല. എണ്ണ ചൂടായി വരുന്നുണ്ട്. മത്തി വെട്ടി മസാലയൊക്കെ തേച്ച് വെച്ചേക്കുന്ന കേട്ടോ. അപ്പോൾ എല്ലാം കൂടെ രാവിലെ വെട്ടലും പെറുക്കലും നടക്കില്ലല്ലോ എന്ന് വിചാരിച്ച് ഇന്നലെ തന്നെ ഇതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മീൻ വറക്കാനായിട്ട് പോവുകയാണ്. നമ്മൾ ഇടുക്കിയിൽ പോയിട്ട് ഓർഗാനിക് ഏലക്ക കൊണ്ടുവന്നിട്ടുണ്ട്. അത് എന്താ നമ്മുടെ ഈ ഒരു നമ്മളിവിടെയൊക്കെ കൃഷി ചെയ്യുന്ന ഏലത്തിൻ്റെ തൈ വികസിപ്പിച്ചെടുത്ത ഒരു സാറുണ്ട്. പുള്ളിയുടെ അടുത്ത് നിന്ന് പോയിട്ടാണ് നമ്മൾ ഏലക്ക എടുത്തിട്ട് വന്നത്. നമുക്ക് വിശ്വസിച്ചെടുക്കാൻ പറ്റുന്ന സ്ഥലത്തു നിന്ന് തന്നെ എടുക്കണമല്ലോ. അപ്പോൾ അങ്ങനെ അവിടെ പോയി എടുത്താണ് കേട്ടോ. നല്ല ഏലക്കയാണ്. ഏറ്റവും കൂടുതൽ വിഷം അടിക്കുന്ന ഒരു സാധനം കേട്ടോ ഏലക്ക. അതും നമ്മൾ എൻഡോസൾഫാൻ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര വിഷമാണെന്ന് വിചാരിക്കുന്നത് അതിനെക്കാട്ടും വലിയതൊക്കെ കണ്ടൊക്കെ അടിക്കണത് ഏലക്കയിൽ. പക്ഷെ നമ്മളൊക്കെ വീട്ടിലെടുക്കുമ്പോൾ ഈ വിഷമൊന്നും അടിക്കാതെ അല്ലെങ്കിൽ നമ്മളൊന്നും ചെയ്യാതെ കിടക്കുന്ന പറമ്പിൽ നിന്നുള്ള ഏലക്കകളൊക്കെയാണ് കൂടുതൽ എടുക്കുക. അപ്പോൾ ഏലക്ക ഒരുപാട് പേര് ചോദിച്ചപ്പോൾ നമ്മൾ അവരോട് പറഞ്ഞു നമുക്ക് ഓർഗാനിക് ആയിട്ടുള്ള ഏലക്ക ഇപ്പോൾ കിട്ടില്ല. പിന്നെ നല്ല വിഷം കുറച്ചടിക്കുന്ന സ്ഥലങ്ങളിലുള്ള ഏലക്ക നമുക്ക് അറിയാവുന്നതുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്തുനിന്ന് ആണ് നമ്മൾ ഏലക്ക എടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പം നമ്മൾ എന്നിട്ട് ഓർഗാനിക് തന്നെ പോയി എടുത്തിട്ട് വന്നു കേട്ടോ. എല്ലാം നമ്മുടെ കയ്യിലുള്ളത് ഇപ്പോൾ ഓർഗാനിക്കാണ്. അപ്പോൾ ഏലക്ക മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഓർഗാനിക് അല്ലാതെ. അപ്പോൾ അത് നമ്മൾ ഓർഗാനിക് പോയി എടുത്തിട്ട് വന്നു. അപ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെയാണ് ധൈര്യമായിട്ട് കൊടുക്കുക. അതിൻ്റെ തോല് പോലും കളയണ്ട. മറ്റൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തോലിലൊക്കെ ഇതിൻ്റെ ഇതുണ്ടാവും കേട്ടോ. എത്രയായാലും നമുക്ക് നമ്മൾ ധൈര്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നൊരു ഏലക്ക ഓർഗാനിക്. അപ്പം നമ്മളത് എടുത്തിട്ട് വന്നു. ഇതിൽ 2 ടൈപ്പ് ഏലക്കയുണ്ട്. ഒന്ന് നല്ല തിരിഞ്ഞ് നല്ല ഭംഗിയുള്ളൊരു ഏലക്കയും പിന്നെ അതിൽ കുറച്ച് തിരിഞ്ഞ് വലിയ ഭംഗിയൊന്നും ഇല്ലാത്ത ഏലക്കയും ഉണ്ട് കേട്ടോ. ഈ ഭംഗി മാത്രം നോക്കിയിട്ടാണ് ഏലക്കയുടെയൊക്കെ കളറും ഭംഗിയും മാത്രം നോക്കിയിട്ടാണ് ഇതിൻ്റെ നടക്കുന്നത്. അല്ലെങ്കിൽ അതിൻ്റെ ഗുണമൊന്നും നോക്കിയിട്ടോ അതിൽ ഉള്ളിലെ ഇതിൻ്റെ അരി നല്ലതാണോ എന്നൊന്നുമല്ല ഇപ്പോഴത്തെ ആൾക്കാർ നോക്കുന്നത്. ആ ഏലക്ക കാണാനുള്ള ഭംഗി മാത്രം. അതിന് നമ്മൾ ഏലക്ക അല്ലെങ്കിൽ എന്ത് സാധനം എടുക്കുകയാണെങ്കിലും ഭംഗി അല്ലെങ്കിൽ ഒരുപാട് ഭംഗിയുള്ളത് നോക്കി അങ്ങനെ എടുക്കാതെ അതുപോലെ തന്നെ വിഷം അടിച്ചിട്ടുണ്ടെന്ന് നോക്കി എടുക്കാതിരിക്കുമായിരിക്കും ഏറ്റവും നല്ലത്. ഒരുപാട് വിഷവും അല്ലെങ്കിൽ അങ്ങനെ പെസ്റ്റിസൈഡ്സൊക്കെ അടിക്കുന്ന സാധനങ്ങൾ മാക്സിമം ഒഴിവാക്കുന്നതാണ് നല്ലത് കേട്ടോ. ഭംഗിയൊക്കെ നോക്കിയിട്ടാണെങ്കിലും ചില സാധനങ്ങളിലൊക്കെ കൂടുതലായിട്ട് അങ്ങനെ അടിക്കലുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ അടിക്കുന്ന ഒരു സാധനം എൻ്റെ അറിവിൽ ഏലക്ക. അപ്പോൾ നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന ഏലക്ക എന്ന് പറയുമ്പോൾ പുറമേ കാണാനുള്ള വലിയ ഭംഗിയും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഉള്ളിലെ അരിയാണെങ്കിൽ നല്ല മൂത്ത അരിയും നല്ല നമുക്ക് ധൈര്യമായിട്ട് ആർക്കും കൊടുക്കാവുന്നതുമായിട്ടുള്ള ഏലക്കയാണ്. ഈ ഏലക്കയിൽ തന്നെ നമ്മളത് 2ആയിട്ട് തിരിച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് വലിപ്പമുള്ളതും കുറച്ച് കാണാൻ അതിൽ തന്നെ ഭംഗിയുള്ളതും വേറെ ആക്കി, അത് ഒരുപാട് ഭംഗിയില്ലാത്തതായിട്ടുള്ള അത് വേറെ ആക്കി. അപ്പോൾ റേറ്റും വ്യത്യാസം വരുന്നുണ്ടായിൽ നമുക്ക് സാധാരണ വീട്ടുപയോഗത്തിനും അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനോ അല്ല അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ കാണാൻ ഭംഗിയില്ലാത്ത തന്നെ എടുത്താൽ മതി കേട്ടോ. നമ്മളത് തന്നെ വീട്ടിൽ ഉപയോഗിക്കുന്നത്. നമുക്ക് വേറെ ആരെയും കാണിച്ചു കൊടുക്കുക അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടല്ലേ അത് ധൈര്യമായിട്ട് ഉപയോഗിക്കുക, ഒരു കുഴപ്പമില്ല. അല്ലെങ്കിൽ നമുക്ക് ആർക്കെങ്കിലും കൊടുക്കാനായിട്ടോ അല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും ഇപ്പം കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഭംഗിയുള്ളത് തന്നെ വേണം നിർബന്ധമാണെന്നുണ്ടെങ്കിൽ ഭംഗിയുള്ളതായിട്ടുള്ള 2 ഇതുണ്ട് കേട്ടോ. ഗ്രേഡ് 1 ഗ്രേഡ് 2 എന്ന് പറഞ്ഞിട്ട്. മീൻ ഇവിടെ ഇരുന്ന് ആവട്ടെ. അപ്പോൾ നമുക്ക് പോയിട്ടൊരു മാങ്ങ പറിച്ചിട്ട് വരാം. നമ്മൾ പിന്നെ ഈ വേറെയുള്ളതിലാണെങ്കിലും വേറെയുള്ള പ്രൊഡക്റ്റിലാണെങ്കിലും ഭംഗിക്ക് വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല കേട്ടോ. നമ്മുടെ ഇപ്പോൾ ഇഷ്ടംപോലെ കുരുമുളക് ഉള്ളപ്പോൾ മാത്രം നമ്മൾ പഴുത്തത് മാത്രം ഒന്ന് തിരിഞ്ഞെടുക്കും. നമുക്ക് വേറെ അതല്ലാതെ നമ്മൾ വേറെ ഒരു ഇതിലും ഇപ്പോൾ അച്ചാറിലാണെങ്കിലും ഇപ്പോൾ അതിന് കുറച്ച് കളറൊക്കെ ചേർത്ത് നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. പക്ഷെ നമ്മളത് ചേർക്കലില്ല.
കാണുമ്പോഴുള്ളൊരു ഭംഗിയെക്കാട്ടിലും നമ്മളത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ബുദ്ധിമുട്ട് വേണ്ട, അല്ലെങ്കിൽ ടേസ്റ്റിൽ ഇച്ചിരി കുറവ് വന്നാലും കുഴപ്പമില്ല. കഴിക്കുന്നവർക്ക് അതൊരു ബുദ്ധിമുട്ട് വേണ്ട. നമ്മുടെ വീട്ടിലാണെങ്കിൽ നമ്മൾ അങ്ങനെ നോക്കിയിട്ടല്ലേ എല്ലാ കാര്യങ്ങളും ചെയ്യുക. അതേപോലെ തന്നെയാട്ടോ നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യുന്നത്. ഇപ്പോൾ പല സാധനങ്ങളിൽ നമുക്ക് അച്ചാറൊക്കെ ഇടുമ്പം ചില ഈ അച്ചാർ പൊടിയില്ലേ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നത്, അത് കുറച്ചിട്ടാൽ നല്ലൊരു മണവും അതുപോലെ തന്നെ ഒരു നല്ല കളറൊക്കെ കിട്ടും. പലരും നമ്മളോട് പറയാറുണ്ട് കുറച്ച് അച്ചാർ പൊടി ചേർക്കുന്നത്. നമ്മൾ പറയും വേണ്ട, ഉള്ള ടേസ്റ്റ് മതി, എനിക്ക് കൂടുതൽ വേണ്ട. എന്ന് വെച്ചാൽ അത് ചേർക്കുന്നത് ഒട്ടും നല്ലതല്ല. നമുക്ക് തന്നെ കായോ അല്ലെങ്കിൽ ഉലുവ കാര്യങ്ങൾ നമുക്ക് കടുകൊക്കെയാണെങ്കിൽ നമ്മൾ വീട്ടിൽ തന്നെ വറുത്ത് പൊടിച്ച് ചേർത്തിട്ടാണ് അച്ചാർ പൊടി വെക്കുന്നത്, അല്ല അച്ചാർ ഉണ്ടാക്കുന്നത്. പലരും പറയുമ്പോൾ നമ്മൾ പറയുന്നത് വേണ്ട, നമുക്കുള്ള ടേസ്റ്റ് മതി. അപ്പം എന്താ പറയുക, കഴിച്ച് കഴിഞ്ഞിട്ട് ഒരു ബുദ്ധിമുട്ട് ആർക്കും വരരുത്. ഇത് മീനെടുത്ത് അപ്പുറത്തെ അടുപ്പത്തിലോട്ട് വെച്ചു കേട്ടോ. അവിടെ ചോറ് വെച്ചേക്കുമായിരുന്നു, ഊറ്റിയപ്പം മീനെടുത്ത് അപ്പുറത്തേക്ക് വെച്ച് തിരിച്ചും വെച്ചു. നമുക്ക് ഈ അടുപ്പിൽ ഓംലേറ്റും കൂടെ ഉണ്ടാക്കാം. നമുക്ക് മറ്റേ പൊതിച്ചോറ് ഉണ്ടാക്കുമ്പോൾ ഒരു ഓംലേറ്റ് ചെയ്യുന്ന രസമില്ലല്ലോ. മീൻ അപ്പുറത്തെ അടുപ്പിലോട്ട് വെച്ചു കേട്ടോ. മീൻ ചോറ് ഊറ്റിയപ്പോൾ അടുപ്പ് ഫ്രീ ആയപ്പോൾ അങ്ങോട്ട് വെച്ചിട്ട് ഓംലേറ്റും കൂടെ ഉണ്ടാക്കാമെന്ന് വെച്ചാൽ സമയം പോവുകയാണ്. അത് വേഗം ചെയ്യുക. ഓംലേറ്റിന് വേണ്ടിയിട്ടുള്ള എല്ലാം റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ പൊതിച്ചോറാകുമ്പോൾ ഒരു ഓംലേറ്റ് വേണമല്ലോ. ഞങ്ങൾ മാങ്ങാച്ചാർ മാങ്ങാ ചമ്മന്തി അരയ്ക്കാൻ വേണ്ടി മാങ്ങ പറിക്കാൻ പോകുന്നതാണ്. സമയം പോയി. പിന്നെ കണ്ണിമാങ്ങാച്ചാറും ഉണ്ട്, നമുക്ക് ഉള്ളിത്തീയലും ഉണ്ട് വെച്ചത്. അപ്പോൾ അതെല്ലാം ഉള്ളതുകൊണ്ട് നമ്മൾ ചമ്മന്തി മാത്രം വേണ്ടാന്ന് വെച്ച് ഇല വാട്ടുവാണേ. അപ്പോൾ നമ്മുടെ അടുക്കളയിൽ നിന്നുള്ള ഭക്ഷണം കാര്യങ്ങളെല്ലാം വെച്ച് കഴിഞ്ഞപ്പോൾ കൈയോടുന്ന ഇലയും കൂടെ വാട്ടി ഇനി കുടിവെള്ളം കൂടെ അടുപ്പത്ത് വെക്കണം. നല്ല ചൂടായതുകൊണ്ട് ഇപ്പോൾ നല്ല വെള്ളം ചിലവുമുണ്ട്. ഇപ്പോൾ വെച്ച വെള്ളമൊക്കെ നമ്മൾ എടുത്തു കൊണ്ടുപോകാനൊക്കെ ആയിട്ട്. ബാക്കിയുള്ള കുറച്ച് ഇനി വന്നിട്ട് കുടിക്കാനൊക്കെ ആയിട്ടുള്ള വെള്ളം അടുപ്പത്ത് വെച്ച് നല്ല വലിയ വിറകും കൂടെ വെച്ചിട്ടങ്ങ് പോയാൽ വെള്ളം തിളച്ചിരുന്നോളൂ. പുകയും വരാൻ തുടങ്ങി കിട്ടും. അവസാനത്തെ ഇലയാണേ, ഇതുകൊണ്ട് മാറ്റിയിട്ട് നമുക്കിനി പോയിട്ട് ചോറ് പൊതിയാം. അത് ചോറ് പൊതിഞ്ഞെടുക്കാനായിട്ട് പോവുകയാണ്. ചോറ് വെച്ചു. ഇനി നമുക്ക് ഓരോ കറികളൊക്കെ ആയിട്ട് വെക്കാം. തോരൻ, ഉള്ളിത്തീയൽ, പിന്നെ കണ്ണിമാങ്ങ അച്ചാർ, ഇനി കുറച്ച് ചാറ് കൂടെ ഒഴിക്കാം. പിന്നെന്താ, മുട്ട വറുത്തത്, മീൻ വറുത്തത് ഒരു വാഴയിലയിൽ പൊതിഞ്ഞിട്ടാട്ടോ വെക്കുന്നത്. ഇത്തിരി മീനച്ചാറും കൂടെ വെക്കുന്നുണ്ടേ. അപ്പോൾ ഇത്രയാണ് ഐറ്റംസ്. പിന്നെ കറി നമ്മൾ വേറെ പാത്രത്തിലാക്കി എടുക്കുന്നുണ്ടേ. നന്നായിട്ട് പൊതിഞ്ഞെടുക്കുന്നുണ്ട്, ടൈറ്റായിട്ട് കേട്ടോ. ഇത് ഒരു പൊതിച്ചോറ് ആയിട്ടുണ്ട്. ഞാൻ ബാക്കിയും കൂടെ ഒന്ന് വേഗം പൊതിഞ്ഞെടുക്കട്ടെ. ഭക്ഷണമൊക്കെ എടുത്തിട്ട് ഞങ്ങൾ ഇറങ്ങി മഞ്ഞൾ പറിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേഗം വരുവാണ് ചെയ്തത്. മഞ്ഞൾ പറമ്പിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പല സ്ഥലത്തായിട്ട് ഉള്ളതുകൊണ്ട് പറമ്പിൻ്റെ ഏറ്റവും മുകളിൽ നിന്ന് പറിച്ച് താഴോട്ട് ഇറങ്ങാനായിട്ട് ഏറ്റവും മുകളിലോട്ടാണ് പോയത്. പല സ്ഥലത്തായിട്ടുണ്ട്. അപ്പോൾ ഈ മഞ്ഞളുള്ള സ്ഥലത്ത് ഇങ്ങനെ എവിടെ കളിച്ചാലും മഞ്ഞളിലായിട്ട് പോയിട്ടാണ് കേട്ടോ ഈ തൂമ്പ തട്ടുന്നത്. അത്രയും മഞ്ഞളുണ്ട്. 2-3 വർഷമായിട്ട് പറിക്കാതെ അങ്ങനെ മൊത്തം പടർന്ന് നിൽക്കുമായിരുന്നു.
അപ്പോൾ മഞ്ഞൾ 2-3 പേര് മഞ്ഞൾ കിളച്ച് പറിക്കുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ളവർ മഞ്ഞൾ ഈ പറിച്ചിടുന്ന മഞ്ഞൾ അതൊന്ന് ഉരുക്കിയെടുക്കുന്നുണ്ട് അതിൻ്റെ മണ്ണൊക്കെ കളഞ്ഞിട്ട്. അപ്പം അങ്ങനെ ഓരോ പണികളായിട്ട് നടക്കുക. പറമ്പിൽ നമ്മുടെ ഇവിടെ വേറെ കുരുമുളക്, അതുപോലെ തന്നെ ഈ കാപ്പി, കവുങ്ങ്, അങ്ങനെ പല സാധനങ്ങളുണ്ട് കേട്ടോ. നമുക്ക് പിന്നെ ഈ ഭാഗത്തായിട്ട് കുറച്ച് പൈനാപ്പിളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം നമുക്ക് പറിച്ചെടുക്കാനായിട്ടും. വേനലായതുകൊണ്ട് തന്നെ നല്ല ഉണക്ക് ഉണ്ട് മണ്ണിന്, നമുക്കൊന്നും കിളച്ച് പറിച്ചെടുക്കാനായിട്ട് പറ്റുന്നില്ല. പിന്നെ മഴ ഒക്കെ പെയ്തിട്ട് പറിക്കാനും പറ്റില്ല കേട്ടോ. മഞ്ഞൾ മുളച്ച് കഴിഞ്ഞാൽ മഞ്ഞളിൻ്റെ കളറ് കുറയും. മുളയ്ക്കുന്നതിന് മുന്നേ ആയിട്ട് മഞ്ഞൾ പറിച്ചെടുക്കണം. മുളച്ച് കഴിഞ്ഞാൽ പിന്നെ വലിയ കളറൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഈ വേനൽക്കാലത്ത് തന്നെയാണ് കേട്ടോ മഞ്ഞൾ എപ്പോഴും പറിച്ചെടുക്കുന്നത്. നമുക്ക് ഈ പ്രാവശ്യം അങ്ങനെ മഴയും കിട്ടിയിട്ടില്ല. മഴയെ കഴിഞ്ഞ് ഇത് മുളച്ച് തുടങ്ങും കേട്ടോ. അപ്പോഴത്തേക്കും ഇപ്പം മഞ്ഞൾ എവിടെ നിൽക്കുന്നതെന്ന് അതിൻ്റെ തണ്ട് ചെറുതായിട്ടൊരു എവിടെയെങ്കിലും കിടപ്പുണ്ട്, അത് കണ്ടിട്ട് മനസ്സിലാക്കണം കേട്ടോ. മഞ്ഞൾ തണ്ട് വാടിക്കരിഞ്ഞ് ഉണങ്ങി പോയിട്ടുണ്ടാവും. ഇതാണ് മഞ്ഞളുടെ തട. ഇതാണ് ഇതിൽ നിന്നാണ് തണ്ടൊക്കെ ഉണ്ടാകുന്നത്. ഇതിന് ചുറ്റുമായിട്ടാണ് അതിൻ്റെ വിത്ത് ഉണ്ടാകുന്നത്. ഇതിൽ കുറേ വേരൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇത് ഒടിച്ച് മാറ്റി നമ്മളിത് എന്നിട്ട് ഇനി കഴുകി പുഴുങ്ങാനായിട്ട് ഇടും. അപ്പോൾ ഈ പുഴുങ്ങുന്ന സമയത്ത് ഇത് സെപ്പറേറ്റ് ഇടണം കേട്ടോ. ഇതിന് കുറച്ചുകൂടെ കട്ടി കൂടുതലായിരിക്കും. എന്നിട്ട് നമ്മൾ പുഴുങ്ങി കഴിഞ്ഞിട്ട് ഈ സാധനമൊക്കെ ചെത്തി ഇതിൻ്റെ കളഞ്ഞത് മുറിച്ചിടും. ഇത് വലിപ്പം കൂടുതലുണ്ടാകും. ചിലതിനൊക്കെ നല്ല വലിപ്പം ഉണ്ടാവുകയും മഞ്ഞളുടെ ഈ തടയ്ക്ക്. എന്നിട്ട് ഇത് ഉണങ്ങാനൊക്കെ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇത് മുറിച്ചിടും. നമ്മൾ നോർമലി അങ്ങനെ തന്നെ ഇട്ടിട്ട് ഉണക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇതിങ്ങനെ എല്ലാം അടർത്തി മാറ്റിയിട്ടാണ് കേട്ടോ പുഴുങ്ങാനായിട്ട് ഇടുന്നത്. ഒരുപാട് മഞ്ഞളുണ്ട്. ഇത് വർഷങ്ങളായിട്ട് ഇങ്ങനെ പറിക്കാതെ കിടന്നിട്ട് ഈ നമ്മുടെ പറമ്പിലാണെങ്കിലും ഒരു രാസവളമോ കാര്യങ്ങളൊന്നും അങ്ങനെ ഇടുന്നതല്ല. പറമ്പിൽ ഒന്നിനും ഇടുന്നതല്ല, കൊടിക്കോ അങ്ങനെയൊന്നും ഇടാത്തത് കൊണ്ട് തന്നെ ഇതൊക്കെ ഒരു വളവും ഇല്ലാതെ അല്ലാതെ തന്നെ വളർന്ന് വന്നേക്കുന്നതാണ് കേട്ടോ. നല്ല മഞ്ഞളാണ്. ഇതിന് എല്ലാം ചാക്കിലാക്കി കൊണ്ടുപോകണം. ഒരു ദിവസമൊന്നും പറിച്ചാൽ നമുക്കുള്ള മഞ്ഞളാവില്ല കേട്ടോ. ഒരു 3-4 ദിവസമെങ്കിലും പറിക്കണം മഞ്ഞൾ. ഇത് ഉണങ്ങി കഴിയുമ്പോൾ പിന്നെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു 4 ദിവസമെങ്കിലും എന്തായാലും പറിക്കണം. അത്രയും മഞ്ഞളും ഉണ്ട് കേട്ടോ ഇവിടെ. ഈ മഞ്ഞളിൻ്റെ വലുപ്പമേ പല സ്ഥലങ്ങളിലും വ്യത്യാസം ഉണ്ടാവും കേട്ടോ. നല്ല വളമൊക്കെ ഉള്ള മണ്ണാണെങ്കിൽ ചിലപ്പോൾ നല്ല വലുപ്പം ഉണ്ടാവും. പിന്നെ വർഷങ്ങളായിട്ട് പറിക്കാതെ കിടക്കുന്ന മഞ്ഞൾ, അത് ഈ പഴയ മഞ്ഞൾ ചീഞ്ഞ് പോയിട്ട് പുതിയ മഞ്ഞളുണ്ടാവും. അപ്പോൾ അതിനും നല്ല വലുപ്പമൊക്കെ ഉണ്ടാവും കേട്ടോ. മണ്ണിനൊക്കെ അനുസരിച്ചാണ് അത് വ്യത്യാസം വരുന്നത്. ഇത് കുറേ വർഷങ്ങളായിട്ട് ഇങ്ങനെ പറിക്കാതെ ഇട്ടേക്കുന്ന മഞ്ഞളാണ്. ഇത് വേണ്ട, ഇതൊക്കെ മുന്നത്തെ വർഷത്തെ മഞ്ഞളാണ്. അതിങ്ങനെ ഒരു കൊള്ളില്ലാണ്ട് നാശമായി പോകുന്നുണ്ടാവും. അതൊക്കെ നമ്മൾ പെറുക്കി മാറ്റണം. അതിൻ്റെ അകത്തുനിന്ന് കളർ വ്യത്യാസമൊക്കെ ഉണ്ടാവും ആ മഞ്ഞളിന്. മഞ്ഞൾ ഇതിപ്പോൾ ഇതിൻ്റെ തടയൊക്കെ എടുത്ത് മാറ്റി മഞ്ഞൾ മാത്രമാണ് ഇതിൻ്റെ അകത്തുള്ളത്. മഞ്ഞൾ 2 രീതിയിൽ നമ്മൾ ഉണക്കലുണ്ട്. ഒന്നെങ്കിൽ പുഴുങ്ങിയിട്ട് ഉണക്കും, അല്ലെങ്കിൽ പുഴുങ്ങാതെ ഉണക്കും. പുഴുങ്ങി ഉണക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ കുറേ കാലം ഇരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ്. അപ്പോൾ മഞ്ഞളുടെ കളറ് ശരിക്കൊരു മഞ്ഞൾപ്പൊടിയുടെ കളർ ഈ ഒരു ഓറഞ്ച് പോലത്തെ ഒരു ഷെയ്ഡായിരിക്കും കേട്ടോ കളർ ഉണ്ടാവുക. അതേസമയം നമ്മൾ പുഴുങ്ങാതെ അരിഞ്ഞിട്ട് ഉണക്കുകയാണെന്നുണ്ടെങ്കിൽ മഞ്ഞളിൻ്റെ ഒരു മഞ്ഞ കളറില്ലേ, മറ്റേതൊരു ഓറഞ്ച് ഷെയ്ഡിലോട്ടോ ഇതൊരു മഞ്ഞ കളർ, ആ ഒരു കളറിലോട്ട് എത്തും കേട്ടോ. നമ്മളിത് പുഴുങ്ങി ഉണക്കാമെന്നാണ് വിചാരിക്കുന്നത്. വെയിലൊക്കെ ഉണ്ട്, നല്ല കാലാവസ്ഥയാണ്, നല്ല ചൂടൊക്കെ ഉണ്ടല്ലോ ഇപ്പോഴാണെങ്കിൽ ഉണക്കാൻ പറ്റുന്ന സമയം. അപ്പോൾ പുഴുങ്ങി ഉണങ്ങാമെന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ ഇത് ഉള്ളു കൊണ്ടുപോയിട്ട് ഇനി ഇതിൽ നിന്നുള്ള ഇങ്ങനെ കുഞ്ഞിതില്ല അതൊക്കെ എടുത്ത് മാറ്റി ഇതിൻ്റെ മണ്ണൊക്കെ കളഞ്ഞ് വൃത്തിയാക്കിയിട്ട് വേണം പുഴുങ്ങാനായിട്ട്. പുഴുങ്ങിക്കഴിഞ്ഞാണ് പിന്നെ മഞ്ഞൾ വൃത്തിയാക്കുന്നത് പണി കേട്ടോ. വേനൽക്കാലമായതുകൊണ്ട് നല്ല ചൂടായിട്ടോ. ഇവിടെ കുറച്ച് മരങ്ങളൊക്കെ ഉണ്ട്, എന്നാലും നമുക്ക് ഭയങ്കരമായിട്ട് ചൂടെടുക്കും. ഈ കിളയ്ക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും വെയിറ്റ് എടുത്തിട്ട് പോവുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നന്നായിട്ട് ചൂടാവുകയും നന്നായിട്ട് വേർത്തൊഴുകും. ഒരുപാട് കുടിവെള്ളം വേണം കേട്ടോ. വെള്ളം കുറേ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇങ്ങനെ ഭക്ഷണം കഴിക്കാനായിട്ട് എടുത്തു കേട്ടോ പൊതിച്ചോറ്. മീൻ എല്ലാവരുടെയും ഇതിൽ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ല. ചിലപ്പോൾ മീനിൻ്റെ മണം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടേ അപ്പോൾ എല്ലാവർക്കും മീൻ കൊടുക്കുവാണേ. ചോറ് കഴിക്കുവാണേ. കണ്ണിമാങ്ങയുടെ നല്ല മണമുണ്ട്, കണ്ണിമാങ്ങ അച്ചാറിൻ്റെ ചാറിൻ്റെ. ശരിക്കും ചാറാട്ടോ എല്ലായിടത്തും ആയേക്കുന്ന സൈഡിൽ ഫുള്ള് നല്ല ടേസ്റ്റ് ഉണ്ട് ഇതിൻ്റെ. മീൻ വറുത്തത്, ഉള്ളിത്തീയലും തോരനെല്ലാം കൂടെ കൂട്ടിയിട്ട് കുഴച്ചിട്ട് കഴിക്കും. ഇത് കണ്ടോ, ഇതൊക്കെയാണ് കേട്ടോ കഴിഞ്ഞ വർഷത്തെ മഞ്ഞൾ, മുന്നത്തെ വർഷത്തെ മഞ്ഞളുകളാണ്. അതിങ്ങനെ ഇരുന്നിട്ട് ഇത് ചീഞ്ഞിട്ടാണ് പുതിയത് ഉണ്ടാകുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്തു നിന്നുള്ളതൊക്കെ അത് വലിച്ചെടുക്കും. എന്നിട്ട് അത് പെട്ടെന്ന് നന്നായിട്ട് വളരെ വലുപ്പം ഉണ്ടാവും കേട്ടോ. ഇത് കണ്ടോ, അത് ഫുള്ള് ചീഞ്ഞ് പോയതാണ്. അതിൻ്റെ അടിയിലിങ്ങനെ
പറ്റി പിടിച്ചിരിക്കുന്നതാണ് ഇത്. ഇവിടെയൊക്കെ ഉണ്ട് അതേപോലെ പഴയ മഞ്ഞൾ. നമ്മൾ കൊണ്ടുവന്ന മഞ്ഞൾ ഇനി നമുക്ക് ഇനി ഒടിച്ചെടുക്കണം കേട്ടോ. അത് ഒടിച്ചിട്ട് വേണം പുഴുങ്ങാനായിട്ട് ഇടാൻ. അപ്പോൾ ആദ്യം ഒന്ന് കഴുകണേ. നമ്മൾ ആ തടയൊക്കെ ഒന്ന് മാറ്റിയേ കൊണ്ടുവന്നേക്കുന്നത്. പക്ഷേ എന്നാലും ഇതിൻ്റെ ഇടയിൽ എവിടെയെങ്കിലൊക്കെ ചെറിയ ചെറിയ തടകളൊക്കെ ഉണ്ടാവും. അത് എടുക്കുന്നില്ല, അത് വിത്തിനായിട്ട് എടുക്കാനായിട്ടാണ്. അപ്പോൾ അത് നമ്മളിതിൻ്റെ നല്ല മഞ്ഞൾ മാത്രമേ എടുക്കുന്നുള്ളൂ. മഞ്ഞൾ വിത്ത് മാത്രം ഒടിച്ച് അപ്പോൾ ഈ ചെളി പോകാനായിട്ട്, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ വെച്ച് കഴുകി കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ ചെളിയൊന്നും ഇരിക്കുന്നത് പോകത്തില്ല. നന്നായിട്ട് ഒടിച്ചെടുത്ത് മാത്രമേ നമുക്ക് കഴുകിയാൽ ഇതിൻ്റെ ഉള്ളിൽ കുറേ ചെളിയൊക്കെ പോകത്തുള്ളൂ. പിന്നെ മഞ്ഞളിൻ്റെ പുറമേയുള്ള തോലും ഇതൊക്കെ കൂടുതലായിട്ടും പോകുന്നത് നമ്മളിതെല്ലാം കഴിഞ്ഞ് പുഴുങ്ങി ഉണക്കി തിരുമുന്ന സമയത്താണ് ബാക്കി പുറമേയുള്ള തോലും അഴുക്കും എല്ലാം പോയി വൃത്തിയായിട്ട് മഞ്ഞൾ കിട്ടുന്നത്. ചിലരെ കണ്ടിട്ടുണ്ട് അങ്ങനെ എടുത്ത് പുഴുങ്ങുന്നതൊക്കെ കണ്ടിട്ടുണ്ട് മഞ്ഞൾ. പിന്നെ കഴുകാൻ നിൽക്കത്തില്ല, അങ്ങനെ പോകും. അപ്പം അടിയിൽ ഒരുപാട് മണ്ണ് ഉണ്ടാവും. പക്ഷെ ഒന്ന് കഴുകിയിട്ടാണെങ്കിൽ മണ്ണൊക്കെ നന്നായിട്ട് പോയി വൃത്തിയായിട്ട് കിട്ടും. കുറേ ഒടിച്ചതായിരുന്നു കേട്ടോ വലുത്. പിന്നെ നമ്മൾ ചെറുതാക്കി ഇങ്ങനെയും കൂടെ ഒടിച്ചെടുക്കണ്ടേ. മഞ്ഞളിൻ്റെ ഈ ഉള്ളിലായിട്ടൊരു റിങ് കണ്ടോ, 2 കളറിൽ. ഈ റിങ് ചില സ്ഥലത്ത് മഞ്ഞളിനുണ്ടാവില്ല, അവിടുത്തെ മഞ്ഞളിന് തീരെ വില കിട്ടത്തില്ല കേട്ടോ. അതാണ് കൂടുതലും മഞ്ഞൾപ്പൊടിക്ക് മഞ്ഞ കളർ കിട്ടാനൊക്കെ ആയിട്ട്. ഇതുള്ള മഞ്ഞളാണെങ്കിൽ നല്ല മഞ്ഞളായിരിക്കും. ചില സ്ഥലത്തേക്ക് വ്യത്യാസമുണ്ട്. കോയമ്പത്തൂരത്തെ മഞ്ഞൾ അല്ലെങ്കിൽ തമിഴ്നാട്ടിലത്തെ മഞ്ഞളിന് ഇങ്ങനത്തെ ഇത് കുറവാണെന്ന് പറയാൻ കേട്ടിട്ടുണ്ട്. അറിയത്തില്ല, അതുകൊണ്ട് അവിടുത്തെ മഞ്ഞളിനും വിലക്കുറവാന്നൊക്കെ പറയാൻ കേട്ടിട്ടുണ്ട്. കണ്ടിട്ടൊന്നുമില്ല ഇതുവരെ. ആദ്യത്തെ ഒരു പുഴുങ്ങലിനുള്ള അത്രയും മഞ്ഞളൊന്ന് വൃത്തിയാക്കി എടുത്തിട്ട് അത് കഴുകി പുഴുങ്ങാനിടാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമുക്ക് അതൊന്ന് പുഴുങ്ങിയായി വരുന്ന സമയം കൊണ്ട് അടുത്ത പുഴുങ്ങാനുള്ള മഞ്ഞളപ്പത്തേക്ക് ഒടിച്ച് വൃത്തിയാക്കി എടുക്കാമല്ലോ. മഞ്ഞളൊന്ന് ഒടിച്ച് വൃത്തിയാക്കിക്കൊണ്ട് നമുക്ക് കഴുകാനും കുറച്ച് എളുപ്പമുണ്ട്. അതിൻ്റെ ഇടയിലൊക്കെ മണ്ണിരിക്കുന്നതൊക്കെ നന്നായിട്ടങ്ങ് പൊക്കോളൂ കേട്ടോ. അപ്പോൾ ഇതൊന്ന് കഴുകി നമുക്കിനി നമ്മുടെ വെള്ളം തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അതിലേക്ക് ഇടുക കേട്ടോ. മഞ്ഞൾ പാകത്തിനൊരു പരുവുണ്ട്. പരുവത്തിനായിട്ടില്ലെങ്കിൽ ഉണങ്ങാൻ താമസം എടുക്കും കേട്ടോ. പുഴുങ്ങി കഴിഞ്ഞാൽ പിന്നെ ഉണങ്ങാനൊക്കെ ഭയങ്കര എളുപ്പമായിരിക്കും. പിന്നെ മഞ്ഞൾ പുഴുങ്ങിയെന്ന് വെച്ചാൽ അതിൻ്റെ കളറ് പോകുമൊന്നുമില്ല കേട്ടോ. ആ വെള്ളത്തിനാണെങ്കിലും കളർ വ്യത്യാസമൊന്നും വരില്ല. നമ്മൾ മഞ്ഞളുടെ കളർ അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാവും. പിന്നെ നമ്മൾ ഇതിൻ്റെ തോലും പിന്നെ ബാക്കിയുള്ളതൊക്കെ ലാസ്റ്റത്തെ തിരുമ്മലിനങ്ങ് പൊക്കോളൂ. അതുകൊണ്ട് പിന്നെ അത് കുഴപ്പമില്ല. ഈ ഒരു വലിയ പാത്രമുണ്ട്, ആ പാത്രം നിറയുന്ന അത്രയും നമ്മൾ മഞ്ഞൾ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. മഞ്ഞൾ പുഴുങ്ങുന്ന എപ്പോഴും ഒന്നെങ്കിൽ ചെമ്പ് അല്ലെങ്കിൽ ഇവിടെ അങ്ങനത്തെ പാത്രങ്ങളിലൊക്കെയാണ്. മഞ്ഞളുടെ കളർ അങ്ങനെ പുറത്തൊന്നും വന്നിട്ടില്ല. അപ്പം കുറച്ച് നേരം വേവാൻ കുറച്ചധികം സമയം എടുക്കും കേട്ടോ. അത്രയും സമയം ഇട്ടിട്ടുണ്ടായിരുന്നു. മഞ്ഞൾ ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലൊരു കറ പോകുന്നൊരു പരുവുണ്ട്, വേവുന്നൊരു പരുവ്. ഒരുപാട് നേരത്തെ വേവിച്ചാൽ കളറും പോകും. അപ്പോൾ അതിന് മുന്നേ ആയിട്ടൊരു കോരി എടുക്കണം. വെള്ളം പോകാൻ വെച്ചിട്ട് പിന്നെ വെയിലത്ത് കൊണ്ടിടണേ. ഇത് പുഴുങ്ങിയ മഞ്ഞളാണേ, ആയിട്ടുണ്ട്. നമ്മളിനി വെയിലിപ്പോൾ ഒരു മഴക്കാറ് കയറി വെയിലത്ത് കൊണ്ട് ഇടണം. ഒന്ന് ചെറിയൊരു തണുക്കട്ടെ, കുറച്ച് സമയം എടുക്കും കേട്ടോ. ഈ വെയിലും കൂടെ ആയതുകൊണ്ട് തണുത്ത് വരാനായിട്ട്. തണുക്കാതെ മുകളിലോട്ട് കൊണ്ടുപോകാനൊക്കെ പാടാം. നമ്മൾ പുഴുങ്ങിയ മഞ്ഞൾ ഇന്നലെ പുഴുങ്ങിയത് അങ്ങനെ ഇവിടെ കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇന്നലെ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല, നല്ല വെയിലായിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ പുഴുങ്ങാനായിട്ട് തുടങ്ങി. അപ്പോൾ രാവിലെ പുഴുങ്ങിയത് ഒന്ന് ചൂട് മാറുമ്പോൾ തന്നെ കൊണ്ടിടുവാണേ. അപ്പോൾ ഇത് ഇവിടെയൊക്കെ നിരത്തണം ഇനി. നമ്മളിപ്പോൾ ഒരു ഷീറ്റ് ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ നെറ്റ് ഇട്ടിട്ട് അതിൻ്റെ മുകളിലായിട്ട് മഞ്ഞൾ ഉണക്കാനായിട്ട് ഇട്ടേക്കുന്നത്. ഇത് മഞ്ഞൾ എന്ന് പറയുമ്പോഴേ ഇത് ഉണങ്ങി കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല. എന്നാൽ അത്യാവശ്യം നമുക്ക് ഉണങ്ങുന്നതിന് മുന്നേ ഒരുപാട് വെയിറ്റുള്ള ഒരുപാട് സാധനം ഉണ്ടാവും കേട്ടോ. ഉണങ്ങി വരുമ്പോഴത്തേക്ക് ഇതൊന്നും ഇല്ലാണ്ടായി പോവുക. പക്ഷെ നമുക്ക് ആദ്യമേ അഥവാ ഇനി മഴയും വന്ന വേനൽക്കാലൊക്കെയാണ്, എന്നാൽ പോലും വല്ല മഴയും വന്ന വേഗം കൂട്ടി വാരി വെക്കാനൊക്കെ ആയിട്ട് അതൊരു നെറ്റും കൂടി ഇട്ടിട്ട് അതിലാട്ടോ ഇട്ടേക്കുന്നത്. മഴ വരില്ല എന്ന് വിചാരിക്കുന്നു. പക്ഷെ എന്നാലും ഇടയ്ക്കിടയ്ക്ക് ഒരു മഴക്കാറ് കയറുന്നുണ്ട്, അത് നമുക്ക് കാണുമ്പോൾ ഒരു പേടിയാണ്. അത് പിന്നെ ഇപ്പം മഴയൊക്കെ വന്നാൽ നമുക്ക് ബുദ്ധിമുട്ടാണ് കേട്ടോ ഉണക്കിയെടുക്കണം. പിന്നെ നേരെ ഡ്രയറിൽ കൊണ്ടുപോയിട്ട് ഉണക്കുക ചെയ്യുക. സാധാരണ നമ്മളിവിടെ അങ്ങനെ എന്തെങ്കിലും അധികമായിട്ട് വന്ന് പെട്ടെന്ന് മഴയൊക്കെ പിടിച്ച് 2-3 ദിവസമൊക്കെ നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നേരത്തെ തന്നെ അത് കേടുവരാൻ നിൽക്കില്ല, അതിന് മുന്നേ തന്നെ ഡ്രയറിൽ കൊണ്ടുപോയിട്ട് ഉണക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇനി മഞ്ഞളാണെങ്കിൽ പക്ഷേ പെട്ടെന്ന് നല്ലൊരു വെയിൽ കിട്ടുവാണെങ്കിൽ വേഗം തന്നെ ഒന്ന് വാടി കിട്ടും. ഇപ്പോൾ വാടി കുറച്ചങ്ങ് ചുങ്ങി വരുവാണെങ്കിൽ നമുക്ക് വേണമെങ്കിലും ഇത് എടുത്ത് വെക്കാനൊക്കെ ആണെങ്കിലും എളുപ്പമായിരിക്കും. ഇനി കുറച്ചുകൂടെ മഞ്ഞളുണ്ട്. നല്ലൊരു വെയിൽ കിട്ടിയാൽ മതിയായിരുന്നു ഇന്ന്. ഇനി എന്നത്തെ വെയിൽ എങ്ങനെയാണെന്ന് അറിയില്ല. 2 ദിവസമായിട്ട് ഒരു മഴക്കാർ ഇടയ്ക്കിടയ്ക്ക് കയറുന്നുണ്ട്, എന്നാൽ മഴയും പെയ്യുന്നുമില്ല. ബാക്കിയും കൂടെ പോയിട്ടൊന്ന് എടുത്തിട്ടൊന്ന് നിരത്തി ഇടട്ടോ. രാവിലെ തന്നെ ഇടുവാണെന്നുണ്ടെങ്കിൽ കിട്ടണം അത്ര വെയിലെങ്കിൽ അത്ര വെയിൽ വേഗം ഉണങ്ങുവാണെങ്കിൽ ഉണങ്ങട്ടെ. പിന്നെ നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടാൽ മൊത്തം സ്റ്റോക്ക് തീർന്നിട്ടുണ്ടായിരുന്നേ. നമ്മുടെ ഈ കടയിൽ നിന്ന് വാങ്ങുന്ന മഞ്ഞൾപ്പൊടിയും നമ്മളിങ്ങനെ ഉണക്കിയെടുക്കുന്ന മഞ്ഞൾപ്പൊടിയും തമ്മിൽ കളറ് ചെറിയ വ്യത്യാസമുണ്ട്.
കടയിൽ നിന്ന് വാങ്ങുന്ന ഒരു വേറെ കളറാണ്, നമ്മുടെ ആ ഒരു കളറായിരിക്കില്ല. നോർമലി മഞ്ഞൾ പൊടിക്കുമ്പോൾ ഒരു കളറുണ്ട്, ആ കളർ നമ്മുടെ മഞ്ഞൾപ്പൊടിക്ക് ഉണ്ടാവുക കേട്ടോ. അതിപ്പോൾ എവിടെ പൊടിച്ചാലും ഒരു കളറുണ്ട്, ആ കളറാട്ടോ നമ്മുടെ മഞ്ഞൾപ്പൊടിക്ക് ഉണ്ടാവുക. നമ്മൾ ഇട്ട മഞ്ഞൾ കണ്ട് ഇത്രത്തോളം ഉണങ്ങിയിട്ടുണ്ട്. ശരിക്കും ഉണങ്ങി ആയിട്ടില്ല, ഇത് കുറച്ചുകൂടെ ഇനി ഉണങ്ങാനുണ്ട്. 4 ദിവസമൊക്കെ കിടന്നാലേ ഉണങ്ങത്തുള്ളൂ. ഇതിൽ കുഞ്ഞ മഞ്ഞളൊക്കെ കുഴപ്പമില്ലാതെ ആയിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ പക്ഷെ വലുതൊന്നും ആയിട്ടില്ല കേട്ടോ. അല്ലേ, നന്നായിട്ട് ഉണങ്ങണം. ഉണങ്ങി ഒന്നും ഉണ്ടാവില്ല കേട്ടോ. ഇത് ഇത്രയും മഞ്ഞളിട്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഉണങ്ങി ഇച്ചിരി മഞ്ഞളേ ഉണ്ടാവുള്ളൂ. പിന്നെ പൊടിക്കുമ്പോൾ പൊടി നന്നായിട്ടായി വരുവേ. ഇനിയിപ്പോൾ നമ്മൾ അടുത്തത് പുഴുങ്ങിയിടാനായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ആദ്യത്തത് ഒന്ന് നമുക്കിവിടെ നിന്ന് അടുത്ത സ്ഥലത്തേക്ക് മാറ്റണം. ഇവിടെ നന്നായിട്ട് വെയിൽ കിട്ടും. പിന്നെ അടുത്ത് ഈ പുഴുങ്ങിനെ കൊണ്ടുവരും. മഞ്ഞളിത് ഉണക്കാനിട്ടിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ ഉണങ്ങിയിട്ടുണ്ട്. ഒരു 80% മുകളിൽ ഉണങ്ങിയിട്ടുണ്ട്. ഇനി 2 ദിവസം കൂടെ ഒന്ന് ഇട്ടേക്കുവാണെങ്കിൽ നന്നായിട്ട് ഉണങ്ങും കേട്ടോ. എന്നുവെച്ചാൽ അത് ഒടിക്കുമ്പോൾ ഒടിയരുത്, വളഞ്ഞു വരുമോ ഒടിയോ അങ്ങനെയൊന്നും ചെയ്യരുത്. നല്ല ബലമായിട്ടിരിക്കണം, അപ്പോഴേ ഇത് കേടുകൂടാൻ ഇരിക്കത്തുള്ളൂ. നമ്മൾ മഞ്ഞളിങ്ങനെ ഇട്ടേക്കും കേട്ടോ. ഒരു 4-5 ദിവസമൊക്കെ ഒന്ന് ഉണക്കി ആയി കഴിഞ്ഞിട്ടും നന്നായി ഒന്ന് ഏകദേശം ആയി കഴിഞ്ഞാൽ ഒരു 4 ദിവസം കൂടി ഇട്ട് നന്നായിട്ട് ഉണങ്ങും. പക്ഷെ ഇപ്പോൾ വെയിലുള്ളതുകൊണ്ട് അത്ര ദിവസമൊന്നും ഇടേണ്ടി വരില്ല. 2 ദിവസം കൂടി ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റ് ആവും കേട്ടോ. ഇപ്പോൾ എന്തോരം മഞ്ഞളിട്ടാന്ന് അറിയാം. ഇപ്പോൾ കുറച്ച് മഞ്ഞളേ ഉള്ളൂ ഇതിൽ. ഇതുപോലെ മഞ്ഞൾ ഉണ്ടാവുക, ഉണങ്ങുന്ന സമയത്ത് മഞ്ഞൾ ഇതുപോലെ ആയിട്ട് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ചാക്കിലിട്ട് തല്ലുകയൊക്കെ ചെയ്യുമ്പോൾ ഈ പുറമേയുള്ള ഈ തോലൊക്കെ അങ്ങനെ കണ്ടത് പൊടിയായിട്ട് വരുന്നതുണ്ടോ. ഇതേപോലെ അങ്ങ് പോയിട്ട് മഞ്ഞൾ വൃത്തിയായി കിട്ടുക ചെയ്യുന്നത്. ചാക്കിലിട്ട് തല്ലുക, കുറച്ചൊക്കെയാണ് കൈ കൊണ്ട് തിരുമുകയൊക്കെയാണ് ചെയ്യുന്നത്. ഇത് തിരുമാനൊന്നും പറ്റത്തില്ല, ഇത്രയും ഉള്ളതുകൊണ്ട് ചാക്കിലിട്ട് തല്ലുക ചെയ്യുന്നത്. ഉണങ്ങി കഴിഞ്ഞിട്ട് നമുക്ക് ഇതെടുത്തുകൊണ്ട് പോയിട്ട് ഇനി ചാക്കിലിട്ട് തല്ലാം. ഇതാണ് കേട്ടോ നമ്മൾ ഉണക്കിയെടുത്ത മഞ്ഞൾ. നമ്മൾ ഇത് ഉണക്കുന്നതിന് മുന്നേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാടുണ്ടാവും. അത് ഉണങ്ങി ചുങ്ങി നമ്മൾ ശരിക്കും ഒരു 4 കിൻഡൽ 400-450 കിലോ ഉണ്ടായിരുന്ന മഞ്ഞളാണ്. 1/2 ചാക്ക് മഞ്ഞളേ ഉള്ളൂ കേട്ടോ. ഉണക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് അത്രയേ ഉള്ളൂ മഞ്ഞൾ. അത്രത്തോളം ചുങ്ങി പോകും കേട്ടോ. ഇതിൻ്റെ ഉണങ്ങി വരുമ്പോഴത്തേക്ക് വെള്ളമൊക്കെ അങ്ങ് വറ്റി കഴിയുമ്പോഴത്തേക്ക്. ഇനി ഈ മഞ്ഞൾ നമ്മൾ ഇത് ചാക്കിലിട്ടിട്ട് തല്ലുവാണ് ചെയ്യുന്നത്. അങ്ങനെ തല്ലുന്ന സമയത്ത് ഇതിൻ്റെ പുറമേയുള്ള തോല് അല്ലെങ്കിൽ നാര് പൊടി കാര്യങ്ങളൊക്കെ പോയിട്ട് മഞ്ഞൾ നല്ല വൃത്തിയായിട്ട് കിട്ടും. എന്നിട്ട് നമ്മൾ പിന്നെ അതൊന്ന് പാറ്റി വൃത്തിയാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. മഞ്ഞൾ കുറച്ച് ചാക്കിലിട്ടിട്ട് തിരിച്ച് മറിച്ച് വിട്ട് തല്ലോട്ടോ. ഈ മഞ്ഞളിൻ്റെ പൊടിയാണ് ചുറ്റും കിടക്കുന്ന ചാക്കിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പുറത്തോട്ട് ചാടി വരുന്നതാണ് കേട്ടോ. അത് കുഴഞ്ഞിടുന്ന സമയത്തൊക്കെ അപ്പോൾ നല്ലൊരു തറയിൽ നോക്കിയിട്ട് വേണം തല്ലാനായിട്ട്. അപ്പോൾ തിരിച്ചും മറിച്ചും അങ്ങോട്ടും ഒക്കെ ആക്കി അതിങ്ങനെ അടിച്ചടിച്ച് കുറേ അടിക്കുന്ന സമയത്ത് അതിൻ്റെ പുറമേയുള്ള തോലൊക്കെ നന്നായിട്ട് പോയി വൃത്തിയായിട്ട് വരുന്നതിന് കുടഞ്ഞെടുത്തിട്ട് ഇനി കൊണ്ടുപോയിട്ടൊന്ന് പാറ്റണം. ഇതാ പൊടികളാണ് കേട്ടോ മഞ്ഞളിൽ നിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഇനി പാറ്റുന്ന സമയത്തുണ്ടോ കുറേ പൊടി ഉണ്ടാവും കേട്ടോ. ഇതിൻ്റെ അകത്ത് കുറേ ഇട്ട് തല്ലി കഴിയുമ്പോൾ വരുന്ന പൊടികളാണ്, വേസ്റ്റ് പൊടികൾ. നന്നായിട്ട് പാറ്റി വൃത്തിയാക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്കിനി പൊടിപ്പിക്കാൻ കൊണ്ടുപോകാം കേട്ടോ. ഇനി വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. ഇങ്ങനെ ഇതാക്കി വെച്ചിട്ട് ഒരുപാട് ദിവസം വെക്കരുത്. നമ്മൾ പിന്നെ ഉണക്കിയൊക്കെ എടുത്ത സാധനമല്ലേ വേഗം തന്നെ. അല്ലെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഒരുപാട് തണുക്കാതെയൊക്കെ അത്രയും ടൈറ്റാക്കി കെട്ടിയൊക്കെ വെക്കണം കേട്ടോ. തണുത്ത് പോയാൽ പൊടിപ്പിക്കാനും ഇച്ചിരി പാടായിരിക്കും. ഇത് നമ്മൾ മഞ്ഞൾ പാറ്റി എല്ലാം കഴിഞ്ഞപ്പോൾ വരുന്ന വേസ്റ്റാണ് കേട്ടോ. ഇത് വേസ്റ്റ് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് കണ്ടോ ഈ മഞ്ഞളിൻ്റെ ആ നാരുകൾ പുറത്തൊക്കെ ഉള്ളത് നമ്മൾ പുഴുങ്ങി അല്ലെങ്കിൽ വൃത്തിയാക്കുന്ന സമയത്ത് പോവാത്ത അതിൻ്റെ തോല് പോവില്ല ശരിക്കും പുഴുങ്ങുന്ന സമയത്തൊന്നും. നമ്മൾ ഇതേപോലെ ഇട്ട് ഇങ്ങനെ അടിക്കുമ്പോഴാണ് അതിൻ്റെ തോലൊക്കെ പോവുക. അങ്ങനെ വരുന്ന വേസ്റ്റാണ് കേട്ടോ. നമ്മൾ ഇത്രയും മഞ്ഞൾ നമുക്ക് കിട്ടിയ വേസ്റ്റാണ് ഇത്. ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് വരുന്നത് അതിൻ്റെ തോല്, പിന്നെ അതിൻ്റെ ഈ ഒരു മഞ്ഞളിൻ്റെ ഓല പോലെ ചെറിയൊരു ഇതൊക്കെ ഉണ്ടാവും, അത് പിന്നെ അതിൻ്റെ നാരൊക്കെ തന്നെയാണ്. ഇതിപ്പോൾ പാറ്റി വൃത്തിയാക്കി വെച്ചേക്കുന്ന മഞ്ഞളാണ് കേട്ടോ. ഇതിൻ്റെ പുറമെയുള്ള തോലൊക്കെ പോയി നല്ല വൃത്തിയായിട്ടുണ്ട് മഞ്ഞൾ. ഇതുണ്ട്, ഇതിങ്ങനെ വലിയ മഞ്ഞളൊക്കെ ആയിരുന്നു കേട്ടോ. ഇത് നമുക്ക് പൊട്ടിക്കാൻ പറ്റത്തില്ല, അത്രയും കട്ടിയാവും ഈ സാധനം. ഇതിൻ്റെ ഉള്ളിൽ കണ്ടോ ചുങ്ങി ഉണങ്ങി ഇത് ഈ ഒരു കളറാവും. പുഴുങ്ങി ഉണങ്ങുമ്പോഴാണെങ്കിൽ കൂടുതലും ഈ ഒരു കളർ വരുന്നത്, അല്ലെങ്കിൽ കുറച്ചുകൂടി ഒരു മഞ്ഞ കളർ കൂടുതലായിരിക്കും. ഇതൊരു ഓറഞ്ച് കളറിലോട്ട് വരും. ഇനി പൊടിക്കാൻ കൊണ്ടുപോകണം. പൊടിച്ചിട്ട് വരുമ്പോൾ ചെറിയൊരു ചൂടുണ്ടാവും. ആ ചൂട് മാറി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ അടുത്ത് പാക്ക് ചെയ്യുവേ. അപ്പം നമ്മുടെ മഞ്ഞൾ ഇതാ പൊടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ പാക്ക് ചെയ്ത് വെക്കണം. ഇനി അടുത്തത് പാക്കിംഗ് ആണ്. ഇപ്പോൾ ഒരു 10-50 കിലോ മഞ്ഞൾപ്പൊടിയുണ്ട്. ഇതുകൊണ്ട് ഇനി കുറച്ച് കവറിലുള്ളതും ഉണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ നമുക്കൊന്ന് അതെല്ലാം പാക്ക് ചെയ്യണം. പാക്ക് ചെയ്ത് വെച്ചാൽ അത് കേട് വരാണ്ടിരിക്കും. അപ്പോൾ അടുത്ത് ഞാൻ പാക്കിംഗ് സെക്ഷൻ. അപ്പോൾ കവറിൽ പാക്ക് ചെയ്യുക, പിന്നെ അത് സീൽ ചെയ്യുക, സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് കവറൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. നമ്മൾ 2 സെക്ഷനായിട്ട് മഞ്ഞൾ പുഴുങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് ആദ്യത്തെ സെക്ഷനിലുള്ള മഞ്ഞളാണ്. അപ്പോൾ ഇത് ഇനി ഫുൾ നമുക്ക് പാക്ക് ചെയ്യാം. അപ്പം നമ്മൾ പൊടിച്ചുകൊണ്ട് വന്നിട്ട് നമ്മൾ തണുക്കാനായിട്ടൊന്ന് വെച്ചിട്ടുണ്ടായിരുന്നു.
ചൂടുണ്ടാവും, നല്ല ചൂടായിരിക്കും. അപ്പോൾ തണുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കവറിലായിട്ട് പാക്ക് ചെയ്യാം. പാക്ക് ചെയ്ത് സീൽ ചെയ്ത് വെക്കാം. അപ്പോൾ പിന്നെ എത്ര കാലം ഇരുന്നാലും അതൊരു കേടുമില്ല, അതങ്ങനെ ഇരുന്നോളൂ. ഇനി പാക്ക് ചെയ്യട്ടെ. ഇത് 100 ഗ്രാമിൻ്റെയും 250-ൻ്റെയും 1/2 കിലോ ആണ് കേട്ടോ. 3 വെയിറ്റിലാണ് ഇപ്പോൾ നമ്മുടെ അടുത്തുള്ളത്. മഞ്ഞൾപ്പൊടി പാക്കിങ് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ്. മഞ്ഞൾപ്പൊടി പെട്ടെന്ന് സൈഡിൽ കൂടെയൊക്കെ ആവും. നമുക്ക് വേറെയുള്ള പൊടികളാണ് പാക്കിങ് ഇച്ചിരി എളുപ്പമുണ്ട്. ഇപ്പം നമ്മളൊരു ചോർപ്പ് ശരിക്കും നമുക്ക് അങ്ങനത്തെ പറ്റത്തില്ല, പൊടിയോ ഇറങ്ങി പോകത്തില്ല. അപ്പോൾ നമ്മൾ ചോർപ്പ് പോലത്തെ ഒരു പാത്രമുണ്ട്, അതെടുത്ത് വെച്ചിട്ടാണ് പാക്ക് ചെയ്യുന്നത്. ഇട്ടോട്ടെ. ഇതാ മഞ്ഞൾപ്പൊടി അപ്പം കവറിൽ പാക്ക് ചെയ്ത് സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് സീലൊക്കെ ചെയ്ത് റെഡി ആയിട്ടുണ്ട്. പിന്നെ ആർക്കെങ്കിലും മഞ്ഞൾപ്പൊടി വേണ്ടവരുണ്ടെങ്കിൽ ഓർഡർ ചെയ്യാം കേട്ടോ. ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു സ്റ്റോക്ക് ഔട്ടായ സമയത്ത് മഞ്ഞൾപ്പൊടി ഇനി എപ്പോഴാണ് വരിക എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. മഞ്ഞൾപ്പൊടി ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ ആർക്കെങ്കിലും വേണ്ടവരുണ്ടെങ്കിൽ ഓർഡർ ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ ബീഫ് അച്ചാറും ചോദിച്ചിട്ടുണ്ടായിരുന്നു. ബീഫ് അച്ചാർ ഒരുപാടൊന്നുമില്ല, കുറച്ചേ ഉള്ളൂ. ഒരുമിച്ച് ഒരുപാട് അച്ചാറൊന്നും നമുക്ക് ഇടാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ അതും കുറച്ചുണ്ട്. അപ്പോൾ വേണ്ടവരോട് ഓർഡർ ചെയ്യണേ. അപ്പോൾ ഓർഡർ ചെയ്യാനായിട്ട് ഒന്നെങ്കിൽ നമ്മുടെ നീലക്കാച്ചിൽ എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ കയറുക, അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റിൽ കയറാനായിട്ട് നമ്മുടെ വീഡിയോയുടെ താഴെയായിട്ട് ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് ഞാൻ ടാഗ് ചെയ്തിട്ടുണ്ടാവും. ആ പ്രൊഡക്റ്റിൽ ക്ലിക്ക് ചെയ്ത് ഡയറക്റ്റ് നമ്മുടെ വെബ്സൈറ്റിൽ എത്തുക. അവിടെ പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ടാവും. അതിൽ കയറി കഴിഞ്ഞാൽ എല്ലാ പ്രൊഡക്റ്റും കാണാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ എളുപ്പത്തിൽ വെബ്സൈറ്റിൽ കയറാൻ വേണ്ടിയിട്ടാണ് താഴെ ഓപ്ഷൻ കൊടുത്തേക്കുന്നത്. എല്ലാ പ്രൊഡക്റ്റും ഒന്നും അവിടെ ഇങ്ങനെ ടാഗ് ചെയ്യാനായിട്ട് പറ്റത്തില്ലേ. വെബ്സൈറ്റ് യൂട്യൂബൊക്കെ ആകുമ്പോൾ അവർക്ക് ഇങ്ങനെ കുറേ പോളിസിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് ചില പ്രൊഡക്റ്റുകൾ ടാഗ് ചെയ്യാൻ പറ്റുള്ളൂ. അതിൽ പറ്റുന്ന പ്രൊഡക്റ്റ് ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ടോ. മഞ്ഞൾപ്പൊടി വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാലം ഇരിക്കും. അത് അടച്ചുറപ്പുള്ള നല്ലൊരു പാത്രത്തിൽ, നല്ല ടൈറ്റായിട്ടുള്ള പാത്രത്തിൽ ഇട്ട് വെക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഒരുപാട് വർഷങ്ങളിരിക്കും. നമ്മൾ ചിലപ്പോൾ മഞ്ഞൾപ്പൊടിയൊക്കെ പൊടിച്ച് 2-3 വർഷമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും അടുത്തത് പൊടിക്കുന്നത്. 1/2 കിലോയും 1/4 കിലോയും 100 ഗ്രാമിൻ്റെ ചെറിയ കവർ വരെയുണ്ട്. നമുക്ക് മരുന്നുകൾക്കൊക്കെ ഉപയോഗിക്കാനൊക്കെ ആണെങ്കിലും നല്ല മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്നാലും നമുക്ക് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പോൾ ടാറ്റ, ബൈ, ടേക്ക് കെയർ.